എവിടെ ആരെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റി നിർത്തേണ്ടത് മതത്തിൻ്റെ പേരിൽ? ആ സമയത്ത് തന്നെ എന്നെ ആ ഒരു സർജറി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്ത ആ ഡോക്ടർ ക്രിസ്ത്യനാണ്. അദ്ദേഹത്തിൻ്റെ മതം നോക്കിയിട്ടാണോ ഞാൻ ആ സർജറി ടേബിളിൽ കിടന്നത്? എൻ്റെ വീട്ടിൽ ഒരു ഗ്ലാസ് പാല് വാങ്ങിക്കാൻ എന്നെ സഹായിച്ച ആ ഒരു ഹിന്ദു സുഹൃത്തിനെ ഞാൻ മാറ്റി നിർത്തണോ? മതവും പൊളിറ്റിക്സും നന്നായി വിട്ടൊഴിക്കാൻ പറ്റുന്ന സാധനം. ഓരോ ദിവസവും ഓരോ ആളുകൾ ജനിച്ച രാശി പ്രകാരം സമയപ്രകാരമുള്ള ഏഞ്ചൽസ് ഉണ്ട്. 4 ഏഞ്ചൽസാണ് നമ്മളെ കണക്ട് ചെയ്യുന്നത്. ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്, ബാക്കിൽ, ഫ്രണ്ടിൽ. അപ്പോൾ ഈ തേർഡ് ഐ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻറ്റ്യൂഷൻസും ആ ഒരു ഇൻറ്റ്യൂഷൻസ് ഒക്കെ കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഈ ഇൻറ്റ്യൂഷനിലേക്കൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പോയി കഴിയുമ്പോൾ ഈ ഏഞ്ചൽസ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു സ്പിരിച്വൽ ഇതിലേക്ക് റലത്തിലേക്ക് ഞാൻ കണക്ട് ചെയ്ത് പോകുന്നു. നമ്മൾ ഈ പറയുന്ന രീതിയുടെ, ഭാഷയുടെ, അല്ലെങ്കിൽ ആ പേര് ഉച്ചരിക്കുന്നതിൻ്റെ പ്രൊനൗൺസിയേഷൻ്റെ വ്യത്യാസം കൊണ്ടിട്ട് അതിനെ ഇല്ലാതാക്കുക. ഈ കൃഷ്ണനും ഗണപതി ഭഗവാനും ശിവഭഗവാനും ഇതൊക്കെ മലക്കുകളുടെ ഈ പറയുന്ന പോലെ മലാഖമാരുടെ ഏഞ്ചൽസ് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നത്. അതിൽ വളരെ വ്യക്തമായിട്ട് ഇന്ന ഏഞ്ചൽ എന്ന് പറയുമ്പോൾ, ആർക്കേഞ്ചൽ മൈക്കിൾ എന്ന് പറയുമ്പോൾ അത് ശിവഭഗവാനെ കോട്ട് ചെയ്യുന്ന എനർജി അവിടെ ഉണ്ട്. ഗ്രഹങ്ങളിൽ കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ന ഗ്രഹങ്ങളിൽ കണക്ട് ചെയ്ത എനർജി ഏതാണ്? ശിവഭഗവാന്റെ എനർജിയുണ്ട്, ഗണപതി ഭഗവാന്റെ എനർജിയുണ്ട്, കൃഷ്ണ ഭഗവാന്റെ എനർജിയുണ്ട്. അതപ്പം ആ ഒരു ഇതിലേക്ക് നമുക്ക് ലിങ്ക് ചെയ്യാലോ. അത് ഹിന്ദുയിസത്തിൽ ഞാൻ എൻ്റെ പഠനം വൃത്തിയാണോ എന്നറിയാൻ വേണ്ടി ഇത് പഠിച്ച ശേഷവും വർഷങ്ങൾക്കിപ്പുറത്തും ഞാൻ അതിനെക്കുറിച്ച് തേടുന്ന ഒരുപാട് ആചാര്യന്മാരോട് ഞാൻ ചോദിക്കാറുണ്ട്. വളരെ കൃത്യമാണെന്ന് അവർ പറഞ്ഞുതരാണ്. വലിയ വലിയ പ്രസിദ്ധി ആർജിച്ച ആചാര്യന്മാർ, നോർത്ത് ഇന്ത്യയിലുള്ളത്, ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള, കൊച്ചു കേരളത്തിലുള്ളത് ഒക്കെ ആചാര്യന്മാർ ശരിയാണ്, കറക്റ്റാണ്, അങ്ങനെ തന്നെ റൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പൊ അതായത് ഓരോ ഗ്രഹങ്ങളെയും സംബന്ധിച്ചാണ് ഈ ഏഞ്ചൽസ് ആണെങ്കിലും ഈ എനർജി ആണെങ്കിലും കണക്ട് ചെയ്യുന്നത്. ഗ്രഹങ്ങളെ മാത്രമല്ല, ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ 9 അല്ലേ ഉള്ളൂ. ഏഞ്ചൽസ് എന്ന് പറയുമ്പോൾ 70,000-70,000-ൽ പരം മലക്കുകളെ അല്ലെങ്കിൽ ഏഞ്ചൽസിനെ, അതിൽ ആർക്കേഞ്ചൽസ് എന്ന് പറയുന്ന 7 പറയുന്നത് ഓരോ ദിവസത്തെയും. ഏഞ്ചൽസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വളരെ വൈഡായിട്ട് നമ്മൾ സംസാരിക്കും. 7 ദിവസം, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, അങ്ങനെയുള്ള സാറ്റർഡേ വരെയുമുള്ള ഏഞ്ചൽസ് ഉണ്ട്, കളേഴ്സ് ഉണ്ട്. ഓരോ ദിവസവും ഓരോ ആളുകൾ ജനിച്ച രാശി പ്രകാരം സമയപ്രകാരമുള്ള ഏഞ്ചൽസ് ഉണ്ട്. 4 ഏഞ്ചൽസാണ് നമ്മളെ കണക്ട് ചെയ്യുന്നത്. ലെഫ്റ്റ്, റൈറ്റ്, ലെഫ്റ്റ്, ബാക്കിൽ, ഫ്രണ്ടിൽ. അതായത് റൈറ്റ് നമുക്ക് പ്രൊട്ടക്ഷൻ, ലെഫ്റ്റ് നമ്മളുടെ അറിവ്, ബാക്കിൽ നിൽക്കുന്നത് നമുക്ക് സപ്പോർട്ട് സിസ്റ്റമായിട്ട് എന്ത് കാര്യത്തിനും മുന്നോട്ട് നയിക്കാം. മുന്നോട്ട് നയിക്കുന്ന ഫ്രണ്ടിൽ നിൽക്കുന്ന ഏഞ്ചൽ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ റൈറ്റ് വേ, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നമുക്ക് ഇൻറ്റ്യൂഷൻസ് വരും എന്നൊന്നും പറയില്ലേ. എല്ലാവർക്കും വേണ്ടി 6th സെൻസ് വർക്ക് ചെയ്യുന്നവർക്കാണത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് വരിക. അപ്പോൾ ഈ തേർഡ് ഐ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻറ്റ്യൂഷൻസും ആ ഒരു ഇൻറ്റ്യൂഷൻസൊക്കെ കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഈ ഇൻറ്റ്യൂഷനിലേക്കൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പോയി കഴിയുമ്പോൾ ഈ ഏഞ്ചൽസ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. കറക്റ്റായിട്ട് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ദിവസങ്ങൾക്ക് അനുസരിച്ചുള്ള ആ ഏഞ്ചൽസിനെ വിളിക്കുകയാണെങ്കിൽ, അതിനുശേഷം നമ്മുടെ സമയം, നമ്മളുടെ മെയിനായിട്ടുള്ള ഏഞ്ചൽസ്, അങ്ങനെ എല്ലാം കണക്ട് ചെയ്ത് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു കാര്യത്തിലും വളരെ പ്രൊട്ടക്ഷനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും. ഞാനൊക്കെ അനുഭവിക്കുന്നത്. ഏത് രീതിയിൽ ഞങ്ങളുടെ ബിസിനസ് തകർന്നു പോയതാണെന്നറിയോ? ഏത് രീതിയിൽ സാമ്പത്തികമായി വളരെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ ബിസിനസ്സിന് തകർച്ച സംഭവിച്ചപ്പോൾ വല്ലാത്ത രീതിയിൽ നമ്മൾ താഴെ പോയത്. അന്നൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഏഞ്ചൽസ് ഉണ്ടായുള്ളൂ. ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളോടൊക്കെ ഈ സംസാരിക്കുന്ന, ഞാൻ ജനിച്ചത് എൻ്റെ ആ ഒരു സെക്കൻഡ് വേവ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ കൊറോണയൊക്കെ ഉണ്ടായും, അതുപോലെ സെക്കൻഡ് വേവിലുള്ള ആ ഒരു എനർജി എന്നിലേക്ക് കറക്റ്റായി പ്രൊപ്പോർഷൻ കറക്റ്റായിട്ട് കിട്ടിയതും ഈ ഏഞ്ചൽസിൻ്റെയൊക്കെ സപ്പോർട്ട് തന്നെയാണ്. ഒരു പുനർജന്മം ഓഫ് കോഴ്സ്. എൻ്റെ സോൾ പർപ്പസിലേക്ക് ഞാൻ കടന്നത് ആ പുനർജന്മത്തിലൂടെയാണ്. അവിടെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, ദിസ് ഇസ് മീ, ഇതാണ് ഞാൻ എവിടെയൊക്കെ ഓടിയിട്ടും എന്തൊക്കെ ചെയ്തിട്ടും എത്ര ബിസിനസ് ചെയ്തിട്ടും എത്രയെല്ലാം കാര്യങ്ങൾ ചെയ്താലും എൻ്റെ റൂട്ട് ഇതാണ്, എൻ്റെ സോൾ പർപ്പസ് ഇതാണ് ഞാൻ. നമ്മൾ തേടി നടക്കൂല ഞാൻ എന്താണ്, ഞാൻ ആരാണ്, എനിക്ക് എന്താണ് റൂട്ട്, ഞാൻ എന്താ ചെയ്യട്ടെ, അത് ചെയ്യുക, ഇത് ചെയ്യുക. വെപ്രാളമാണല്ലോ എല്ലാവർക്കും. എത്തിപ്പെടുന്നത് എവിടെയാണെന്നറിയോ? നമ്മൾ ആരും ചിന്തിക്കാത്തൊരു മേഖലയിൽ. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു സ്പിരിച്വൽ ഇതിലേക്ക് റലത്തിലേക്ക് ഞാൻ കണക്ട് ചെയ്ത് പോകുന്നൊന്നും. നെവർ. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളെ എന്തിനാണ് ഇവർ ഇതിലേക്ക് വന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതായത് ഇപ്പോൾ സയൻസ് പരമായിട്ട് നിൽക്കുന്ന, എല്ലാം ശാസ്ത്രീയതയോടെ മാത്രം നോക്കുന്ന ആളുകൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ സ്പിരിച്വലായിട്ട് കാണും. സത്യമാണ്. അതാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. എൻ്റെ കുട്ടിക്കാലത്ത്
നമുക്ക് പ്രാർത്ഥനയും കാര്യങ്ങളും ഖുറാൻ വായനയൊക്കെ ധാരാളം ഉണ്ടല്ലോ മദ്രസയിലൊക്കെ പോകും. അപ്പോഴൊക്കെ അതൊക്കെ നമ്മൾ വളരെ എൻ്റെ അമ്മ എന്ന് പറയുന്ന അറബി ടീച്ചറാണ്. അപ്പം വളരെ റിലീജിയസ് ആയിട്ട് തന്നെയാണ് നമ്മളത് അവിടെയാണ് റിലീജിയസും ഡിവൈനിറ്റി സ്പിരിച്വാലിറ്റി മൂന്ന് തലത്തിൽ നമ്മൾ നിൽക്കുന്നതെന്ന് പറയും. അപ്പോഴൊക്കെ വളരെ റിലീജിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒക്കെ ഇപ്പോഴും അതൊക്കെ പാലിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. എന്നാൽ കൂടിയും കുറച്ചുകൂടി ഇതിലേക്ക് ഇൻഡെപ്ത് പോയപ്പോൾ ഇതെല്ലാം ഒന്നല്ലേ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ നമ്മൾ ആരെയും മാറ്റി നിർത്താനില്ല. ഹിന്ദു സുഹൃത്തുക്കളുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ആ ഒരു ബിസിനസ്സിൻ്റെ തകർച്ച വന്ന സമയത്ത് സാമ്പത്തികമായി നമ്മളാകെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ലക്ഷങ്ങൾ സഹായിച്ചത് എൻ്റെ ഒരു ഹിന്ദു സുഹൃത്താണ്. ഞാൻ ആ സമയത്ത് എനിക്ക് UAE പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് വിസിറ്റ് എടുത്തിട്ട് റെസിഡൻഷ്യൽ വിസ അവിടെ കട്ടായി, എൻ്റെ ബിസിനസ്സിൻ്റെ വിസ കട്ടായി. എനിക്ക് വിസിറ്റ് വിസ എടുത്ത് അങ്ങോട്ട് തിരിച്ചു പോകാനുള്ളൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് എനിക്ക് പോകാനായിട്ട് സാമ്പത്തികമായി എന്നെ സഹായിച്ചത് ഒരു ക്രിസ്ത്യൻ സുഹൃത്താണ്. അപ്പോൾ പിന്നെ ഞാൻ ആരെയാണ് മാറ്റി നിർത്തേണ്ടത്? രാഹുൽ എൻ്റെ വീട്ടിൽ ഒരു ഗ്ലാസ് പാല് വാങ്ങിക്കാൻ എന്നെ സഹായിച്ച ആ ഒരു ഹിന്ദു സുഹൃത്തിനെ ഞാൻ മാറ്റി നിർത്തണോ? എനിക്ക് തിരിച്ചവിടെ പോയി കേസ് കാര്യങ്ങൾ നടത്തി എനിക്ക് ആ നഷ്ടപ്പെട്ട എൻ്റെ എത്ര CR ആണ് നഷ്ടപ്പെട്ടതെന്നറിയാം. ആ CR എല്ലാം തിരിച്ചു പിടിക്കാനായിട്ട് എന്നെ സഹായിച്ച എൻ്റെ ക്രിസ്ത്യൻ സുഹൃത്തിനെ ഞാൻ മാറ്റി നിർത്തണോ? ആരെയാണ് ഞാൻ മാറ്റി നിർത്തേണ്ടത്? ഞാൻ അവരെ മനുഷ്യരായിട്ടേ കണ്ടിട്ടുള്ളൂ. എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ പറ്റുക എൻ്റെ അനിയൻകുട്ടികളെ പോലെയുള്ള അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരനെ പോലെയുള്ള എത്രയോ ജന്മങ്ങളാണ് നമുക്ക് മുന്നിൽ. പോട്ടെ, ശരിയാകും. എൻ്റെ ഹസ്ബൻഡിനെയൊക്കെ സമാധാനപ്പെട്ട് ശരിയാവും. അതിൽ പാരപണിതവരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവരിലും പെടും. ഞങ്ങളുടെ സെയിം ജാതിയിലുള്ള വർഗത്തിലുള്ള ആളുകൾ അതിലും പെടും. ഈ പറയുന്ന മറ്റു ജാതികളിലുള്ളവരും പെടുന്നുണ്ട്, മതത്തിൽ പെടുന്നവരും പെടുന്നുണ്ട്. ആരെ മാറ്റി നിർത്തണം? അപ്പോൾ നമ്മൾ വലിയൊരു ചോദ്യമാണത്. ഞാൻ ആരെ മാറ്റി നിർത്തണ്ടേ? ഇന്നും അവരൊന്നും തിരിച്ച് ചോദിക്കാത്ത, എപ്പോൾ തരും ആ പൈസ എന്ന് തിരിച്ച് ചോദിക്കാം. നമ്മളാ ഉള്ള പോലെ അറിഞ്ഞങ്ങോട്ട് കൊടുത്തേക്കുക. അങ്ങനെ ചോദിക്കാത്തവർ എത്ര സുഹൃത്തുക്കളുണ്ടെന്നറിയൂ. അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആ സഹായം ഞാൻ ചെയ്തതല്ലേ, ഞാനൊരു സ്ത്രീയാണ്, അറിയാലോ, ഞാൻ പറയാതെ തന്നെ. ആ രീതിയിലുള്ള സംസാരമോ അങ്ങനെയൊന്നും. എന്നാൽ ഇതൊന്നും ചെയ്യാത്ത ആളുകൾ നമ്മളോട് മോശമായി പെരുമാറിയ സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പം ആരെയാണ് രാഹുൽ നമ്മൾ മാറ്റി നിർത്തുക? ആരെ എനിക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. എന്നെ ആ പ്രതിസന്ധിയിൽ സഹായിച്ച, എൻ്റെ കൈപിടിച്ച, എനിക്ക് വലിയൊരു ആക്സിഡൻറ്റ് വന്ന സമയത്ത് എന്നെ ലൂർദ് ഹോസ്പിറ്റലിൽ ഡോക്ടർ ചാക്കോ, അദ്ദേഹം എന്നെ സമാധാനപ്പെടുത്തി. എപ്പോഴും വന്നിട്ട്, ഞാൻ വലിയൊരു ട്രോമയിലേക്ക് പോയൊരു ആക്സിഡൻ്റ് ആയിരുന്നു എനിക്ക്. അപ്പോൾ അദ്ദേഹം എന്നും വന്നിട്ട് മാഡം ശരിയാകും. ആ സമയത്ത് എന്നെ ആ ഒരു സർജറിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്ത ആ ഡോക്ടർ ക്രിസ്ത്യനാണ്. അദ്ദേഹത്തിൻ്റെ മതം നോക്കിയിട്ടാണോ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ടേബിളിൽ കിടന്നത്, സർജറി ടേബിളിൽ കിടന്നത്? ആരെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റി നിർത്തേണ്ടത്? മതത്തിൻ്റെ പേരിൽ ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല. നമ്മളെ ഉപദ്രവിക്കുന്നവർ, നമ്മളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവർ, അവരിൽ നിന്ന് ഞാൻ ഡിസ്റ്റൻ്റ് കീപ്പ് ചെയ്യും. ഡിറ്റാച്ച്മെൻറ്റ് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളിനി എത്ര പറഞ്ഞാലും തീരാത്തൊരു കടലാണ് മതവും വിശ്വാസങ്ങളും സ്പിരിച്വൽ തലങ്ങളും എല്ലാം. അതെ, ഹിന്ദു മുസ്ലിമിനെ കല്യാണം കഴിക്കുന്നുണ്ട്, മുസ്ലിം ക്രിസ്ത്യനെ കല്യാണം കഴിക്കുന്നുണ്ട്. ഇതൊക്കെ വലിയ സംഭവമാണെങ്കിൽ ഇതൊന്നും സംഭവിക്കപ്പെടില്ലല്ലോ. അതെ, ഇത് മാത്രമാണ്. അതാണ് പറഞ്ഞത്, ഇതൊക്കെ ബിസിനസ്, മതവും പൊളിറ്റിക്സും നന്നായി വിറ്റഴിക്കാൻ പറ്റുന്ന സാധനമാണ്. ഒരിക്കലും വർഗീയതയോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ കേട്ടോ ഞാൻ പറയുന്നത്. ഞാനൊരു ഇന്ത്യൻ പൗര എന്ന നിലയ്ക്ക് എനിക്ക് വോട്ടവകാശമുള്ള ഒരാളാണ്, ഞാൻ വോട്ട് ചെയ്യുന്ന ആളാണ്. കറക്റ്റായിട്ട് നമുക്ക് തോന്നുന്ന ഒരാൾക്ക് നമ്മൾ വോട്ട് അവകാശം, അത് നമ്മുടെ ചോയ്സ് ആണല്ലോ, അതിലാർക്കും നമ്മളെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയായിട്ടാണ് ഇത് ഞാൻ കാണുന്നത്. റെസ്പെക്റ്റ് ചെയ്യുന്നു, ഭരണകൂടത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ആ നിയമങ്ങളും ആ പോലീസ് ഓഫീസേഴ്സും പട്ടാളക്കാരും എല്ലാവരും സോൾജേഴ്സും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സ്വസ്ഥമായിട്ട് നമ്മുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത്. അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ അതിനെ വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്നതിനോട് ഉൾക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല.